Awesome. He's not a teenager anymore. Expectations എന്തായാലും meet ചെയ്യും. Awesome ആയിരുന്നു. പടം കൊള്ളാം, അടിപൊളി പടം, മാസ് പടം. എനിക്ക് അതാണ് ഫീൽ ചെയ്യുന്നത്. ടോം ഹോളണ്ടിന്റെ ഒരു സ്പൈഡർമാന്റെ മാസ് പടം, പക്ക സാധനം, അത്രേ ഉള്ളൂ. മാർവലിന്റെ പക്ക കംബാക്ക് തന്നെയാണ്. 3 സ്പൈഡർമാൻ ബാക്കി മുമ്പത്തെ എടുത്ത് നോക്കുമ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യുന്നില്ല. പക്ഷെ ഇത് കിടിലം തന്നെയാണ്, എടുത്തു വെച്ചിട്ടുണ്ട്, നല്ല രീതിക്ക് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ആ ഫൈറ്റും കാര്യങ്ങളൊക്കെ. അത്രേ ഉള്ളൂ, നൈസാണ്. ആ എൻകറേജൊക്കെ ഉണ്ട്, നൈസാണ്. ബാക്കി എവിടെയും ഇവരും കണ്ടതാണ്. എക്സ്പെക്ട് ചെയ്തില്ല, പക്ഷെ നല്ലായിരുന്നു, ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല ഇമോഷണൽ ഇതിലും നല്ല ഇമോഷണൽ ആവുമെന്ന് വിചാരിച്ചു, വിഷമിച്ചിറങ്ങേണ്ടി വരുമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനൊന്നുമില്ല, നല്ലായിരുന്നു. എൻഡിങ് ഒക്കെ നല്ലായിരുന്നു. അടിപൊളിയായിരുന്നു, നന്നായിരുന്നു. കുറച്ചുകൂടെ ഒരു ഇമോഷണൽ ഫ്ലിക്കാണ് പടം. നമ്മുടെ പിന്നെ ഔട്ട് ഗൂസ് ബംസ് ഒക്കെ ഉണ്ട്, നൈസായിരുന്നു. ഇന്റർവെല്ലിന് ശേഷം അല്ല, അതിന് മുന്നേ ഉണ്ട്. അതിന് മുന്നേ പഴയ സ്പൈഡർമാൻ മൂവീസ് ഒന്ന് ടീസ് ചെയ്ത് വിടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേനും കോർ സ്റ്റോറിയിലേക്ക് കടക്കുന്നു. നല്ലതായിരുന്നു. അത്യാവശ്യം അടിപൊളി മൂവിയായിരുന്നു. കാരണം നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുന്നത്തെ ഇതിലുണ്ടായതിനേക്കാളും മാറിയിട്ട് പീറ്ററിന്റെ ലൈഫിൽ വന്ന ചേഞ്ച് എങ്ങനെയാണ്, അത് എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത്, അപ്പോൾ കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ടുള്ള രീതിയിലാണ് പോയത്. പിന്നെ ജാക്കി ചാൻ്റെ സ്റ്റണ്ട് കോർഡിനേഷനും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇറ്റ് വാസ് പ്രിറ്റി ഗുഡ്. ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള പറയായിരുന്നു, മോർ ക്യാരക്ടേഴ്സ്. സോ യാ ഉണ്ട്. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഡയറക്ടർ മാറിയേക്കുന്നതിൻ്റെ ആ ഒരു ഇത് കാണാനുണ്ട്. ആക്ഷൻ കൂടുതൽ ഓറിയന്റഡ് ആയിട്ട് വന്നേക്കുന്നുണ്ട്. സോ യാ ഒരു ടോട്ടൽ പാക്കേജ് ആണ്. ബട്ട് ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം മുന്നത്തെ സ്പൈഡർമാൻ മൂവിയേക്കാളും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇല്ല, ആസ് ഓഫ് നൗ അതിലേക്കുള്ള അധികം കണക്ഷൻ പോയിട്ടില്ല. ബട്ട് അത് അതിൻ്റെതായിട്ടുള്ള ഒരു ട്രീറ്റ് ആയിരിക്കും. ലെറ്റ്സ് വെയിറ്റ് ഫോർ ഡൂംസ്ഡേ, ലെറ്റ്സ് കീപ് ദിസ് സെപ്പറേറ്റ്. കിടിലം പടം കേട്ടോ. എന്ന് വെച്ചാൽ ഒരു ടച്ച് സ്റ്റോറി എന്ന് വെച്ചാൽ ഭയങ്കര നമ്മൾ നേരത്തെ കണ്ടുള്ള ആക്ഷൻ പ്ലോ അങ്ങനെ ആയിട്ടൊന്നും അല്ല. ഇൻ്റർവ്യൂല് കഴിഞ്ഞ് നല്ലൊരു ടച്ചിങ് സ്റ്റോറി ആയിട്ട് നല്ലൊരു സ്റ്റോറി ബേസിലാണ് കഥ പോകുന്നത് കേട്ടോ. കൊള്ളാം, അത് അടിപൊളിയായിട്ട് നല്ല മേക്കിംഗ് ആണ്, നല്ല സ്ക്രിപ്റ്റ്, എല്ലാം കൊണ്ടും അടിപൊളി ഉഗ്രം പടം. വേറെ ലെവൽ അടിപൊളി. എൻ്റെ പ്രൊഡക്ട്സ് വന്നിട്ടില്ല, അത് അവരെ ഒരു ഹിൻ്റായിട്ട് തന്നിട്ടുള്ളൂ, അത്രയും വന്നിട്ടില്ല കേട്ടോ. കൂടുതൽ ഉഗ്രം പടം വേറെ ലെവൽ കിടിലൻ. ഒരു നല്ലൊരു ടച്ചിങ് സ്റ്റോറിയാണ്. ആക്ഷനൊക്കെ മാറ്റി വെച്ചു കേട്ടോ. അടിപൊളി, അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. എക്സ്പീരിയൻസ് നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് കൂടുതൽ പറയാനില്ല, നല്ലായിരുന്നു. ഇമോഷണൽ ആയിട്ട് തോന്നിയില്ല, കൊള്ളാം, നല്ല എന്താ എനിക്കങ്ങനെ നല്ല പടം, എനിക്ക് ഇഷ്ടം. ഇതിനെക്കുള്ള എന്താ പറയണ്ടേ, അമേസിംഗ്, മസ്റ്റ് വാച്ച്. No spoilers. Sorry. I mean, it was really nice. Actually, a theatre experience തന്നെയാണ്. So, 3D effectum എല്ലാം കൂടി it was really very good. People must watch it. അടിപൊളി, ഒന്നും പറയാനില്ല, കിടിലം പടമാണ്. 5 വർഷമായില്ല ലാസ്റ്റ് സ്പൈഡർമാൻ സിനിമ ഇറങ്ങിയിട്ട്. സ്പൈഡർമാനെ ബിഗ് സ്ക്രീനിൽ കാണാൻ ഒരു രക്ഷയില്ല. ക്ലൈമാക്സ് ആകുമ്പോഴത്തേക്കും അടിപൊളിയാണ്, കിടിലം പടമാണ്, എല്ലാവരും കാണണം. സ്പൈഡർമാൻ ഇമോഷണലാക്കി, ഒത്തിരി ഇമോഷണലാക്കി. ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും അടിപൊളിയാവും. കിടിലം പടമാണ്, ഒന്നും പറയാനില്ല, കിടിലം പടം. പോസ്റ്റ് ക്രെഡിറ്റ് സീനിന് വേണ്ടി ഇരിക്കുക, അത്രയും പറയുന്നുള്ളൂ. അടിപൊളി പീക്ക് സാധനം. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു, നല്ല പടമായിരുന്നു. നല്ല അടിപൊളി മേക്കിംഗ് ആണ്. പിന്നെ VFX കാര്യങ്ങളൊക്കെ കൊള്ളാം. പിന്നെ ടോം ഹോളണ്ട് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, കൊള്ളാം, അടിപൊളിയായിരുന്നു. അത് നല്ലതായിരുന്നു, സൂപ്പറായിരുന്നു. ലാസ്റ്റ് ഫൈനലി അത്യാവശ്യം നല്ല ഇമോഷൻ ആയിരുന്നു. സെക്കൻഡ് പാർട്ടിന്, നെക്സ്റ്റ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഞങ്ങൾ. ഗ്രേറ്റ്, നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു ഇത്രയും. നല്ല പടം, കില്ല പടം. എന്തോ നല്ല പടമായിരുന്നു. മാർവൽ തൂക്കി കൊള്ളാം. കുറച്ച് ലാസ്റ്റ് എന്താ നടന്നെന്ന് പറയാൻ പറ്റില്ല, കൂടുതൽ പറഞ്ഞ സ്പോയിലേഴ്സ് ആവും പോകും. പക്ഷേ ലാസ്റ്റ് ഇമോഷണൽ ആയിരുന്നു കുറച്ച്. പിന്നെ നല്ലതാണ്, എല്ലാവരും കാണണം.
സാമുറൈസ് കൊള്ളാം. നല്ല പടം.